ഈ അടുത്ത സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലെ റിലയൻസ് പോലുള്ള കമ്പനികളിൽ ഒരു മാസീവ് കറക്ഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഹെഡ്ജ് ഫണ്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി അവരുടെ ഒരു ഇൻഡെക്സ് ആണ് എമർജിംഗ് മാർക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. എമർജിംഗ് മാർക്കറ്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിയിലുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു ഇൻഡെക്സ് ആണത്. അതിനകത്ത് റിലയൻസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ടോപ്പ് 10-നകത്തായിരുന്നു. ഇപ്പം മോർഗൻ സ്റ്റാൻലിനെ എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 10-ൽ നിന്ന് അതിനെ ഡൗൺഗ്രേഡ് ചെയ്ത് 11th 12th പൊസിഷനിലോട്ടാണ് അതിനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റിലയൻസിൽ ഇങ്ങനൊരു കറക്ഷൻ കാണാൻ സാധിക്കും. റിലയൻസ് മാത്രമല്ല, HDFC, ICICI, ഇൻഫോസിസ്, TCS പോലുള്ള നമ്മുടെ വലിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളെയാണ് അവർ ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ നിഫ്റ്റി 50-കകത്തും അതിൻ്റെ ഒരു കൗണ്ടർ എഫക്റ്റ് കാണുന്നതിന് കാരണം അതാണ്. കാരണം മോർഗൻ സ്റ്റാൻലി സെലക്ട് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അത് ഹെവി വെയ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഹെവി വെയ്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഇൻഡെക്സിലെയും ഹെവി വെയ്റ്റ് സ്റ്റോക്കാണത്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു ഡൗൺഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സ്, നിഫ്റ്റി 50 പോലുള്ള ഇൻഡെക്സിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും.